യുദ്ധവിമാനങ്ങൾക്കൊപ്പമോ ഒറ്റയ്ക്കോ യുദ്ധമുഖത്ത് ആക്രമണം നടത്തുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യ കാറ്റ്സ് വാരിയർ എന്ന ആളില്ല യുദ്ധവിമാനം വികസിപ്പിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഈ വിമാനം വികസിപ്പിക്കുന്നത്. ഈ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, യുദ്ധവിമാനത്തിലെ പൈലറ്റിന് ഈ വിമാനത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ആളില്ല യുദ്ധവിമാനം ഡേറ്റ ലിങ്ക് വഴി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് പരീക്ഷണം നടത്തുമ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കാലങ്ങളായി ഉപയോഗിക്കുന്ന പരിശീലന വിമാനമായ കിരണിനായിരിക്കും ഈ കാറ്റ്സ് വാരിയറിന്റെ മദർ എയർക്രാഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഇതിനായി കിരൺ വിമാനത്തിന്റെ ഏവിയോണിക്സിലധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കാറ്റ്സ് വാരിയർ പദ്ധതി ഇപ്പോൾ പൂർണ്ണതയിലേക്ക് അടുക്കുന്നു എന്ന സന്തോഷ വാർത്തയാണുള്ളത്. കാറ്റ്സ് എന്ന് പറഞ്ഞാൽ കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം. ഇതിന്റെ ഭാഗമായി ആളില്ല യുദ്ധവിമാനം വികസിപ്പിക്കുകയാണ്. അൺമാൻഡ് കോംബാറ്റ് ഏരിയൽ വെഹിക്കിൾ. അതിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ 2026 നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനായുള്ള പ്രോട്ടോടൈപ്പ് വികസനം അന്തിമ ഘട്ടത്തിലാണ്. ഈ വിമാനത്തിൽ നിലവിൽ പവർ കുറഞ്ഞ എഞ്ചിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. പറക്കാൻ ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാമെങ്കിലും ഭാരം കൂടിയ ആയുധങ്ങളും മറ്റുമായി പറന്നുയരാനും അധിക നേരം പറക്കാനുമൊക്കെ ഇതിന് നല്ല പവർ കൂടിയ എഞ്ചിൻ ആവശ്യമാണ്. അതിനുവേണ്ടി വിദേശ രാജ്യത്തെ കമ്പനികളുമായി ചേർന്ന് വലിപ്പം കുറഞ്ഞ എന്നാൽ പവർ കൂടിയ ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാനാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതിയിൽ സഹകരിക്കാൻ ബ്രിട്ടീഷ് കമ്പനിയായ റോൾസ് റോയ്സ് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ കാറ്റ്സ് വാരിയറിന്റെ ഗ്രൗണ്ട് പരീക്ഷണങ്ങളെല്ലാം തന്നെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടുതൽ പരീക്ഷണങ്ങൾ വരും മാസങ്ങളിൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിന് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി കൂടുതൽ പരീക്ഷണങ്ങൾ വരും മാസങ്ങളിൽ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ പറക്കൽ പരീക്ഷണം ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ് കാറ്റ്സ് വാരിയർ പദ്ധതി. കാരണം ഭാവി യുദ്ധങ്ങളിലെല്ലാം തന്നെ ആളില്ല യുദ്ധവിമാനങ്ങളും ചെറിയ ഡ്രോണുകളുമൊക്കെ വലിയ പങ്ക് വഹിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. AMCA എന്ന ഇന്ത്യയുടെ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റിന്റെ വികസനവും നടക്കുകയാണ്. അതിപ്പോൾ സൈന്യത്തിന്റെ ഭാഗമാകുമ്പോൾ ആ എയർക്രാഫ്റ്റിനൊപ്പം പ്രവർത്തിക്കാനാണ് ഈ കാറ്റ്സ് വാരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനുഷ്യരില്ലാത്ത ഈ വിമാനത്തിന് ഭൂമിയിലെ റൺവേകളിൽ നിന്നും വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും സ്വയം പറന്നുയരാനും സുരക്ഷിതമായി തിരിച്ച് പറന്നിറങ്ങാനും സാധിക്കുന്നതാണ്. ഇതിന്റെ വികസനം അതിവേഗത്തിലാണ് നടക്കുന്നത്. 2021 എയ്റോ ഇന്ത്യ എയർ ഷോയിൽ ആദ്യമായി പ്രദർശിപ്പിച്ച കാറ്റ്സ് വാരിയറിന്റെ നിർമ്മാണത്തിൽ HAL ഇതിനോടകം വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. കാറ്റ്സ് വാരിയറിന്റെ എയർ ഫ്രെയിമിൽ എഞ്ചിൻ ഘടിപ്പിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞു എന്ന് HAL ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ DK സുനിൽ പറയുന്നു. തേജസ് വിമാനവുമായി വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഡേറ്റ ലിങ്ക് സംവിധാനത്തിന്റെ പരിശോധനകളും പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. 2026 വിമാനത്തിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ നിയമങ്ങളും എയറോ ഡൈനാമിക്സും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇതിനുശേഷമായിരിക്കും 2027 ആദ്യ പറക്കൽ. ഇത് തികച്ചും യുദ്ധമുഖത്തെ പുതിയൊരു തന്ത്രം തന്നെയാണ്. തേജസ് പോർ വിമാനത്തിലെ പൈലറ്റിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വിങ്മാൻ ആയാണ് കാറ്റ്സ് വാരിയർ ഇവിടെ പ്രവർത്തിക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ മേഖലയിലേക്ക് നുഴഞ്ഞു കയറുക, കൃത്യമായ ആക്രമണങ്ങൾ നടത്തുക, തത്സമയ വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങി അതീവ അപകടകരമായ ദൗത്യങ്ങൾ പൈലറ്റിന് അപകട സാധ്യതയില്ലാതെ നിർവഹിക്കാൻ ഇത് സഹായിക്കും. ആധുനിക യുദ്ധതന്ത്രമായ മാൻഡ് അൺമാൻഡ് ടീമിങ്ങിന്റെ ഭാഗമായാണ് ഈ പദ്ധതി. അത്യാധുനിക സെൻസറുകൾ, ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങൾ, മിസൈലുകൾ എന്നിവ വഹിക്കാൻ ശേഷിയുള്ള കാറ്റ്സ് വാരിയർ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായുള്ള നേട്ടമാണ്. പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പദ്ധതി.